മലയാളികളായ യുവ സംരംഭകരെ ആദരിക്കാൻ കൈരളി പീപ്പിൾ ടിവി നൽകുന്ന ഇന്നോടെക് സ്റ്റാർട്ടപ്പ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇത് രണ്ടാം തവണയാണ് കൈരളി പീപ്പിൾ ടിവി മികച്ച സ്റ്റാർട്ടപ്പുകൾക്ക് അവാർഡ് നൽകുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പിൻബലവും നൂതന ആശയവും കൊണ്ട് സംരംഭകരംഗത്ത് അത്ഭുതം സൃഷ്ടിച്ച യുവ സംരംഭകരെയാണ് കൈരളി പീപ്പിൾ ടിവി ഇന്നോടെക് അവാർഡ് നൽകി ആദരിച്ചത്. IT വിഭാഗത്തിൽ ശാസ്ത്ര റോബോട്ടിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി, IT ഇതര വിഭാഗത്തിൽ കൈനാമാക് കൊച്ചി, സാമൂഹിക പ്രതിബദ്ധത സ്റ്റാർട്ടപ്പായി പത്തനാപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് 360 എന്നിവരും പ്രത്യേക പുരസ്കാരത്തിന് പോളിസ്കിൻ ലൈഫ് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരവും അർഹരായി. കൊല്ലം റാവിസ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ലഭിച്ച 100ഓളം അപേക്ഷകളിൽ നിന്നാണ് പുരസ്കാര ജേതാക്കളെ കണ്ടെത്തിയത്. മലയാളികൾ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകളെയായിരുന്നു പുരസ്കാരത്തിന് പരിഗണിച്ചത്. ടെക്നോ പാർക്കിന്റെ സ്ഥാപക സിഇഒയും പ്ലാനിംഗ് ബോർഡ് മുന്നംഗവുമായ G. വിജയരാഘവൻ, കേരള സ്റ്റാർട്ട് മിഷൻ സിഇഒ ഡോക്ടർ സജ്ജി ഗോപിനാഥ് എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ കണ്ടെത്തിയത്. മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടറും കൈരളി ടിവി ചീഫ് എഡിറ്ററുമായ ജോൺ ബ്രിട്ടാസ്, മുകേഷ് MLA, കൊല്ലം മേയർ അഡ്വക്കേറ്റ് V. രാജേന്ദ്രബാബു, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ MD ഡോക്ടർ M. ബീന IAS, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ TR അജയൻ, A. വിജയരാഘവൻ, CK കരുണാകരൻ, MM മോനായി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്. മലയാളത്തിന്റെ മഹാനടൻ പത്മശ്രീ ഭരത് മമ്മൂട്ടി നടൻ മാത്രമല്ല ചെറുകഥാകൃത്ത് കൂടിയാണെന്ന് വെളിപ്പെടുത്തി MD ജോൺ ബ്രിട്ടാസ്. കൈരളി പീപ്പിൾ ടിവി അവാർഡ് ദാന ചടങ്ങിലെ MDയുടെ വെളിപ്പെടുത്തൽ എല്ലാവരും കൗതുകമുണർത്തി. മലയാളത്തിന്റെ മഹാനടൻ പത്മശ്രീ ഭരത് മമ്മൂട്ടി അഭിനേതാവ് മാത്രമല്ല ഒരു ചെറുകഥാകൃത്ത് കൂടിയാണെന്നാണ് കൈരളി ഇന്നോടെക് അവാർഡ് പുരസ്കാരദാന വേദിയിൽ MD ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. മമ്മൂക്ക കൈരളി ടിവിയുടെ ചെയർമാൻ മാത്രമല്ല, സൂപ്പർ സ്റ്റാർ മാത്രമല്ല, ഒരു ചെറുകഥാകൃത്ത് കൂടിയാണ്. ഞാൻ ഈ അന്ധവിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. അതായത് കൈരളി ടിവിയുടെ ഒരു ഡയറക്ടർ ബോർഡ് യോഗത്തിൽ വെച്ച് അദ്ദേഹം ഒരു നുറുങ്ങ് കഥ എഴുതി. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഡയറക്ടർ ബോർഡ് യോഗത്തിൽ കഥ എഴുത്ത് നടക്കുന്നത്. അതല്ല, മൂപ്പർക്ക് കൊടുത്ത ഒരു ടിഷ്യൂ പേപ്പറിൽ എനിക്ക് 2 വരി നുറുങ്ങ് കഥ എഴുതി എനിക്ക് തിരിച്ചു തന്നു. മുകേഷ് അഹങ്കരിക്കേണ്ട, നിങ്ങൾക്ക് മാത്രമല്ല കഥ എഴുതാൻ അറിയാവുന്നത്, മറ്റുള്ളവർക്കും കഥ എഴുതാൻ അറിയാം. ഏറ്റവും കൂടുതൽ കഥ പറയുന്ന ഒരാളാണ് മുകേഷ് എന്നാണ് ഒരുപക്ഷെ ചലച്ചിത്ര ലോകത്ത് അറിയപ്പെടുന്ന ഒരു കാര്യം. മമ്മൂക്ക എഴുതി കഥ എഴുതായിരുന്നു. ഞാൻ ആ കഥ പിന്നീട് കലാകൗമുദി വണ്ടി ഇടിച്ച് മരിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണേ, പൂച്ച വണ്ടി ഇടിച്ച് മരിച്ചു. ഈ പൂച്ചയ്ക്ക് ഏത് പൂച്ചയായിരിക്കാം വിലങ്ങൻ ചാടിയിട്ടുണ്ടാകുക? പിടികിട്ടിയോ ചിന്താതറോ? ചിന്തയാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരാൾ. അതായത് ഒരു പൂച്ച വിലങ്ങൻ ചാടിയാൽ അവിടെ നമ്മുടെ കർമ്മം അവസാനിപ്പിച്ച് പിൻവാങ്ങണമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമായിട്ട് മലയാളികൾ മാറുന്നില്ലേ എന്നുള്ള ഒരു ആശങ്കയാണ് മമ്മൂക്ക ആ നുറുങ്ങ് കഥയിലൂടെ പങ്കുവച്ചത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുള്ള പാളികൾ നമ്മുടെ മനസ്സിലുള്ള ഈ ശാസ്ത്ര ബോധത്തെയും അല്ലെങ്കിൽ അന്വേഷണത്വരെയും അവസാനിപ്പിക്കുമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഞാൻ മമ്മൂക്കയുടെ ഈ കഥയെ പരാമർശിച്ചത്. പുസ്തകരചയിതാവ് കൂടിയായ നടൻ മുകേഷ് MLAയ്ക്കും പുതിയ അറിവായി MDയുടെ വെളിപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക്. കേരളത്തിനും രാജ്യത്തിനും അഭിമാനകരമായ നേട്ടങ്ങളാണ് ഇന്നോടെക് പുരസ്കാര ജേതാക്കൾ സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാൻ മമ്മൂട്ടി പ്രതികരിച്ചു. നവീന ആശയങ്ങളാണ് എല്ലാ കാലത്തും സമൂഹത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളതെന്ന് MD ജോൺ ബ്രിട്ടാസും പറഞ്ഞു. പതിവ് ശൈലിയിൽ നർമ്മം കലർത്തി മുകേഷ് MLAയും സദസ്സിനെ സമ്പന്നമാക്കി. നൂതന സംരംഭങ്ങളെ കൈരളി പീപ്പിൾ ടിവി ആദരിച്ച ഇന്നോടെക് പുരസ്കാരവേദി പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. ലക്ഷങ്ങൾ ഡൊണേഷൻ നൽകി പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ വാങ്ങുന്ന മാതാപിതാക്കൾക്ക് മാതൃകയാണ് നവീനാശയങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന നവസംരംഭകരുടെ മാതാപിതാക്കളെന്ന് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനും മലയാളത്തിന്റെ മഹാനടനുമായ മമ്മൂട്ടി പറഞ്ഞു. ഏതായാലും ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണിക്കാൻ നമ്മുടെ കുട്ടികൾ തയ്യാറാവുന്നു എന്നുള്ള വലിയ മഹാകാര്യമാണ്. തിരുവനന്തപുരത്ത് ആദ്യത്തെ ഞങ്ങൾ അവാർഡ് നടത്തുമ്പോൾ ഞാൻ ഈ IT എഞ്ചിനീയറിംഗ് പരീക്ഷ പാസ്സായ ആൾക്കാർക്ക് ജോലി കിട്ടാൻ വേണ്ടി 5, 10, 25 ഒക്കെ ലക്ഷം കൈക്കൂലി കൊടുക്കാൻ വേണ്ടി അച്ഛന്മാരോട് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അച്ഛന്മാരെ, നിങ്ങൾ 5, 10 കൈക്കൂലി ഒന്നും കൊടുക്കാതെ ഒരു 4, 5 ലക്ഷം ആ പിള്ളേരെ കൈ വെച്ച് കൊടുത്താൽ എന്തെങ്കിലും പണി തുടങ്ങാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവും. നവീന ആശയങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും കുത്തൊഴുക്കാണ് ഇന്നുള്ളതെന്നും ഓരോ പദങ്ങളുടെ പോലും അർത്ഥതലങ്ങൾ മാറി മറിയുകയാണെന്നും മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ലോകത്തിനും എന്തെങ്കിലും മൂല്യം പ്രദാനം ചെയ്യാൻ കഴിയുന്ന
ഒരു പ്രത്യേക ഭാവതലത്തെയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നൊവേഷൻ എന്ന് വിളിക്കുന്നത്. ഒരുപക്ഷെ ആരുടെയെങ്കിലും ആശയങ്ങളെ ഒരു ഇന്നൊവേഷനായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സൃഷ്ടിയായിട്ടോ മാറ്റുമ്പോഴാണ് അവരുടെ ജീവിതം മാറിമറിയുന്നത്, അതല്ലെങ്കിൽ ലോകത്തിൻ്റെ ജീവിതം മാറിമറിയുന്നത്. ജനാധിപത്യ ബോധ്യമുള്ള യുവാക്കളാണ് ഇന്നൊവേഷന്റെ കരുത്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നവസംരംഭകർ വലിയ മികവ് കാട്ടുന്നുണ്ടെന്നും അവർക്ക് സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്നും വ്യവസായ മന്ത്രി AC മൊയ്തീൻ ഉറപ്പു നൽകി. പതിവ് പോലെ തന്നെ നർമ്മം കലർത്തി സദസ്സിലുള്ളവരെ കയ്യിലെടുക്കാൻ മുകേഷ് MLAക്ക് സാധിച്ചു. ലോകത്തെവിടെയും ഏതു മേഖലയിലും മുൻപന്തിയിലെത്താൻ മലയാളികൾക്കാകുമെന്നതിന്റെ തെളിവാണ് ഇത്തരം കണ്ടുപിടുത്തങ്ങളെന്ന് മുകേഷ് പറഞ്ഞു. ഒരു 15-20 കൊല്ലം മുമ്പ്, 15 കൊല്ലം മുമ്പ് വരെയും ഇതെല്ലാം എപ്പോഴെങ്കിലും എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടുകാർക്ക് ഉതകുന്ന തരത്തിൽ ഉള്ള അവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള ഒരു വലിയ അങ്കലാപ്പ്, ആശങ്കയുണ്ടായിരുന്നു. ഏറ്റവും വിപ്ലവകരമായ കാര്യം, ലോകത്ത് എവിടെ എന്ത് ഇന്നൊവേഷൻ നടന്നാലും, മനുഷ്യർക്ക് ഉതകുന്ന എന്ത് കാര്യം നടന്നാലും നിമിഷ നേരം കൊണ്ട് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ എത്താനുള്ള ഒരു സാങ്കേതിക മികവ് മനുഷ്യർ നേടിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ നാട്ടിൽ നടന്ന ഏറ്റവും വലിയ വിപ്ലവം എന്ന് ഞാൻ പറയും. ന്യൂസ് ഡെസ്ക്. ബീഫ് ഫെസ്റ്റിൽ പങ്കെടുത്ത മലയാളി IITയിലെ മലയാളി വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സൂരജിനാണ് മർദ്ദനമേറ്റത്. വലത് കണ്ണിനുൾപ്പെടെ സാരമായി പരിക്കേറ്റ സൂരജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബീഫ് ഫെസ്റ്റിൽ പങ്കെടുത്ത മദ്രാസ് IITയിലെ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ചെന്നൈ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സൂരജിനെയാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ വളഞ്ഞിട്ട് ആക്രമിച്ചത്. കന്നുകാലികളെ ഇറച്ചിക്കായി വിൽക്കുന്നത് നിരോധിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവിൽ പ്രതിഷേധിച്ച് മദ്രാസ് IIT ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ബീഫ് ഫെസ്റ്റ് നടത്തിയിരുന്നു. പ്രതിഷേധത്തിൽ പങ്കെടുത്ത സൂരജിനെ ഹോസ്റ്റൽ ക്യാന്റീനിൽ വെച്ച് 7ഓളം വരുന്ന വിദ്യാർത്ഥി സംഘം ആക്രമിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ വലതുകണ്ണിനുൾപ്പെടെ സാരമായി പരിക്കേറ്റ സൂരജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ IIT മദ്രാസ് ഡീനിന് പരാതി നൽകിയിട്ടുണ്ടെന്നും പോലീസിനും പരാതി നൽകുമെന്നും ബീഫ് ഫെസ്റ്റിന്റെ പ്രധാന സംഘാടകനായ അഭിനവ് സൂര്യ പറഞ്ഞു. 80ഓളം വിദ്യാർത്ഥികൾ ചേർന്നാണ് ക്യാമ്പസിൽ ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. വിഷയത്തിൽ ചർച്ചയും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്.